എൻ്റെ പേര് അനുശ്രീ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വർഷത്തെ ഡിഗ്രി പ്രിലിംസ് എഴുതാൻ പോവുകയാണല്ലോ. അപ്പോൾ ലാസ്റ്റ് ഇയറിൽ ഞാൻ ഈ പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത കുറച്ച് സ്റ്റഡി ടിപ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യട്ടെ. ഞാനൊരു BA എക്കണോമിക് ഗ്രാജുവേറ്റ് ആണ്. അപ്പം എൻ്റെ പ്രിപ്പറേഷൻ ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് സിവിൽ സർവീസിലൂടെയായിരുന്നു. അതിൻ്റെ പ്രിലിംസ് എഴുതുന്നതിനോടൊപ്പമാണ് ഞാൻ ഈ ഡിഗ്രി പ്രിലിംസും എഴുതിയത്. ഡിഗ്രി പ്രിലിംസിൻ്റെ പഠനം സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം ജനുവരിയോട് കൂടിയിട്ടായിരുന്നു. അതിൻ്റെ എക്സാം വരുന്നത് മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളാണ് എല്ലാ വർഷവും വരുന്നത്. അതുകൊണ്ട് എനിക്കൊരു 3-4 മാസമേ ശരിക്കും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ആദ്യം ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ സിലബസ് പ്രിൻ്റ് ഔട്ട് എടുക്കുകയാണ് ചെയ്തത്. സിലബസ് ഇല്ലാണ്ട് നമ്മൾ എന്ത് പഠിച്ചിട്ടും കാര്യമില്ല. സിലബസ് വ്യക്തമായിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്തു വെച്ചു. പിന്നെ ഓരോ സിലബസിലെ ഓരോ ടോപ്പിക്കും എടുത്തിട്ട് അതിൽ വരുന്ന SCRT, NCRT ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് തരം തിരിച്ചു വെച്ചു. അതിനുശേഷം ആ ടോപ്പിക്കിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ഏരിയാസ് ഏതൊക്കെയാണെന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് അനലൈസ് ചെയ്തു. അങ്ങനെയാണ് എൻ്റെ ഒരു പ്രിപ്പറേഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഇതുപോലൊരു പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ മസ്റ്റായിട്ട് ഉണ്ടായിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്പർ 1 സിലബസ് ആണ്. സിലബസ് ഇല്ലാണ്ട് നിങ്ങൾ ഒരിക്കലും ഈ ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യരുത്. അത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകളാണ്. അത് SCRT മാത്രമല്ല, ഇത് ഡിഗ്രി ലെവൽ പരീക്ഷയാണ്. NCRT ടെക്സ്റ്റ് ബുക്കുകളും നിങ്ങളുടെ കയ്യിൽ മസ്റ്റായിട്ടും ഉണ്ടായിരിക്കണം. അത് ഓരോ ടെക്സ്റ്റ് ബുക്കുകളും വായിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ക്രിസ്പായിട്ടുള്ള നോട്ട്സും കൂടി പ്രിപ്പയർ ചെയ്ത് വെക്കുക. പിന്നെ നമ്മളിപ്പോൾ റെഫർ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ടെക്സ്റ്റ് ബുക്കുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ എല്ലാം പുറകെ നിങ്ങൾ പോകേണ്ടതില്ല. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് മാത്രം വേർതിരിച്ചെടുത്ത് പഠിക്കുക. ഇതിൻ്റെയൊക്കെ കൂടെ നിങ്ങളുടെ കയ്യിൽ PSC ബുള്ളറ്റിൻ കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യണം. PSC ബുള്ളറ്റിൻ്റെ മന്ത്ലി മാഗസിൻ ആണെങ്കിലും അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് നിങ്ങൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. പിന്നെ ഒരു മോഡൽ എക്സാമിൻ്റെ ഒരു പ്രത്യേകതയെ പറ്റിയാണ് പറയാൻ പോകുന്നത്. നമ്മൾ ഏതൊരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോഴും വെറുതെ വാരി വലിച്ച് ആ ടോപ്പിക്ക് മാത്രം കംപ്ലീറ്റ് ചെയ്ത് പോകുന്നതുകൊണ്ട് കാര്യമില്ല. നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ, അത് നമ്മൾ പ്രാക്ടീസും കൂടി ചെയ്യണം. നമുക്ക് പ്രാക്ടീസിന് ആവശ്യമായിട്ടുള്ളത് ഈ പറഞ്ഞ മോഡൽ എക്സാംസ് ആണ്. മോഡൽ എക്സാംസ് നമുക്ക് PSC ബുള്ളറ്റിനിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ തൊഴിൽ വാർത്ത, തൊഴിൽ വീതിയിലാണെങ്കിലും ക്വസ്റ്റ്യൻസ് കിട്ടും. ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അതുപോലെ നിങ്ങളൊരു ടെസ്റ്റ് സീരീസിന് ജോയിൻ ചെയ്താൽ അതും നല്ലതായിരിക്കും. എന്ത് തന്നെയാണെങ്കിലും മസ്റ്റായിട്ടും നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം ഓരോ സബ്ജക്റ്റിൻ്റെയും സബ്ജക്റ്റ് വൈസ് ക്വസ്റ്റ്യൻസ് എടുത്ത് പഠിക്കുന്നതും നല്ലതായിരിക്കും. എൻ്റെ ഏറ്റവും വീക്കസ്റ്റ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് സയൻസ് ആൻഡ് ടെക്നോളജീൻ്റെ ഭാഗം, കലാ, സാഹിത്യം, സ്പോർട്സ് എന്ന ഭാഗവും പിന്നെ കേരള ഹിസ്റ്ററി എന്നുള്ള ഭാഗമായിരുന്നു. കേരള ഹിസ്റ്ററി മാത്രമല്ല, കേരള റിലേറ്റഡ് ആയിട്ടുള്ള ജോഗ്രഫിയും എനിക്ക് കുറച്ച് വീക്കർ ഏരിയ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും കൊടുത്തത് എൻ്റെ സ്ട്രോങ് ഏരിയാസ് ഒന്നും കൂടി ബൂസ്റ്റ് ചെയ്യാനാണ്. അത് ഞാൻ ക്വസ്റ്റ്യൻസ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യാണ് ചെയ്തത്. പിന്നെ വീക്കർ ഏരിയാസിലോട്ടേക്ക് വന്നപ്പം ഈ കേരള ജോഗ്രഫി, കേരള ഹിസ്റ്ററി എന്ന ഭാഗങ്ങൾക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാൻ തുടങ്ങി. അറിയില്ലാത്ത ടോപ്പിക്ക്, അതിൽ തന്നെ ഏറ്റവും മെയിൻ ആയിട്ട് വരുന്ന കുറച്ച് ടോപ്പിക്കുകളുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അത് മാത്രം കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്ന് പഠിച്ചു. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ഫോക്കസ് ചെയ്തു എന്നുള്ളതാണ്. എല്ലാ ദിവസവും ഞാൻ പഠിച്ചിട്ടുണ്ട്. ഒരു ദിവസം പോലും വിട്ടുപോയിട്ടില്ല. അതിൻ്റെ വൊക്കാബ്സും പഠിച്ചിട്ടുണ്ട്. മലയാളത്തിൻ്റെ ആണെങ്കിലും ഇംഗ്ലീഷിൻ്റെ ആണെങ്കിലും വൊക്കാബ്സിന് വേണ്ടി ഞാൻ ഡെയിലി 1 hour കൊടുത്തിട്ടുണ്ട്. എനിക്ക് പ്രിലിംസ് എഴുതാൻ വേണ്ടി ഓൾമോസ്റ്റ് ഒരു 120 ഡേയ്സാണ് കിട്ടിയത്. ആ ഒരു 120 ഡേയ്സിനെ ഞാൻ നന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരു 75 ഡേയ്സ് എനിക്ക് അറിയില്ലാത്ത ടോപ്പിക്കുകളും അറിയുന്ന ടോപ്പിക്കുകളും പഠിക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെച്ചു. അതിനുശേഷം വന്ന ഡേയ്സ് ഞാൻ കൂടുതലും മോക്ക് ടെസ്റ്റിന് വേണ്ടിയിട്ടാണ് കൊടുത്തത്. ആ സമയത്ത് ഡെയിലി മോക്ക് ടെസ്റ്റുകൾ ചെയ്യുമായിരുന്നു. ഡെയിലി അല്ലെങ്കിലും ഒരു ആൾട്ടർനേറ്റീവ് ഡേയ്സിലെങ്കിലും ഞാൻ അറ്റ്ലീസ്റ്റ് അത് ചെയ്തു പോകാൻ ശ്രമിക്കുമായിരുന്നു. ഇപ്പം ഒരു ദിവസം ഒരു മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ടും അതിൻ്റെ അടുത്ത ദിവസം ഞാൻ അതിൻ്റെ ഓരോ ക്വസ്റ്റ്യൻസും എടുത്തിട്ട്, എനിക്ക് തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസ് ഓരോന്നും എടുത്തു വെച്ച് പഠിക്കുമായിരുന്നു. എനിക്ക് എവിടെയാണ് തെറ്റിപ്പോയത്, എനിക്കത് എങ്ങനെയൊക്കെ നന്നാക്കാമെന്ന് ഞാൻ നന്നായിട്ട് അനലൈസ് ചെയ്തിട്ടുണ്ട് ആ സമയത്ത്. പിന്നെ ആ ഒരു 75 ഡേയ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ ഞാൻ പഠിച്ചത് ഒരു 6 ഡേയ്സ് നമ്മുടെ ടോപ്പിക്ക് കംപ്ലീറ്റ് ആക്കും. 7th ഡേ റിവിഷൻ ആയിരുന്നു. റിവിഷൻ ഡേയിൽ ആ ഒരു 6 ഡേയ്സിൽ ഞാൻ പോയ ടോപ്പിക്സുമായി ബന്ധപ്പെട്ട PYQs റെഫർ ചെയ്യുമായിരുന്നു. അത് ചെയ്ത് നോക്കുമായിരുന്നു. എന്നിട്ട് അവിടെ എന്താണോ മിസ്റ്റേക്ക് വരുന്നത് ആ മിസ്റ്റേക്ക് കണ്ടുപിടിച്ചിട്ട് അതെങ്ങനെ റെക്ടിഫൈ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുമായിരുന്നു. കറണ്ട് അഫേഴ്സ് പ്രിപ്പറേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി പഠിച്ചു വെച്ചിരുന്ന ഒരു മെത്തേഡിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടാണ് കേരള PSCയിലേക്ക് പഠിച്ചത്. ഓൾറെഡി ഞാൻ ഫോക്കസ് ചെയ്ത് പഠിച്ചത് സിവിൽ സർവീസിന് വേണ്ടി പഠിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ചും കൂടി ഡെപ്ത് ലെവലിലേക്കായിരുന്നു. ഒരു കറണ്ട് അഫെയർ എടുക്കുകയാണെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്ത എല്ലാ പോയിന്റ്സും പഠിച്ച് ഒരു ഡീപ്പർ അനലൈസ് ചെയ്തിട്ടാണ് അവിടെ പഠിച്ചിരുന്നത്. പക്ഷേ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്കും നമുക്ക് അത്ര ഡെപ്തിലേക്ക് പോകേണ്ടതില്ല. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്തിട്ടാണ് നമ്മൾ കേരള PSCയിലെ കറണ്ട് അഫേഴ്സ് ഞാൻ പ്രിപ്പയർ ചെയ്തത്. കൂടുതലും PIBയിൽ നിന്നൊക്കെയുള്ള നോട്ട് കളക്ട് ചെയ്തിട്ടുണ്ട്.
പിന്നെ PSC ബുള്ളറ്റിൻ, തൊഴിൽ വാർത്ത, തൊഴിൽ വീതി എന്നീ സോഴ്സസുകളും നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രിപ്പറേഷനിൽ ടെസ്റ്റ് സീരീസിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഒരു ടെസ്റ്റ് സീരീസിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഓരോ ടെസ്റ്റ് സീരീസ് എഴുതുമ്പോഴും പല ലെവലിലായിരിക്കും അതവർ ഫ്രെയിം ചെയ്തിട്ടുണ്ടാവുക. ഈസി ലെവൽ, മോഡറേറ്റ് ലെവൽ, ഡിഫിക്കൽട്ട് ലെവൽ. അപ്പം ഈ 3 ഫേസസിലും നമ്മൾ എഴുതി നോക്കണം. നമ്മൾ ഡിഫിക്കൽട്ട് മാത്രം എഴുതി പോയാലും കാര്യമില്ല, ഈസി മാത്രം എഴുതിയിട്ടും കാര്യമില്ല, മിഡിൽ പോർഷനിൽ മാത്രം എഴുതിയിട്ടും കാര്യമില്ല. മൂന്ന് രീതിയിലും PSC ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ നമ്മൾ ഈ 3 മെത്തേഡും ഫോളോ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമുക്ക് ചിലർക്ക് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് വേഗം കിട്ടും, ചിലർക്ക് മോഡറേറ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നന്നായിട്ട് ചെയ്യാൻ പറ്റുക. ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞാലും ചിലർക്ക് ഡിഫിക്കൽട്ട് വേഗം കിട്ടുകയും ഈസി ക്വസ്റ്റ്യൻ കിട്ടാതെ വരികയും ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അത് ഒരു ടെസ്റ്റ് സീരീസിലൂടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം എവിടെയാണ് നമുക്ക് തെറ്റിപ്പോയത്, എവിടെയാണ് നമുക്ക് ഒന്ന് പാളിപ്പോകുന്നത്. ഇപ്പം നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ചിലപ്പോൾ 3 സ്റ്റേറ്റ്മെൻ്റ് ഉള്ള ഒരു ക്വസ്റ്റ്യനിൽ 2 സ്റ്റേറ്റ്മെൻറ്റ് നമുക്കറിയാം, പക്ഷേ 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് അറിയില്ല. അവിടെ ഓപ്ഷൻ എലിമിനേഷൻ്റെ ഒരു പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ ഓപ്ഷൻ എലിമിനേഷനൊക്കെ നമുക്ക് നന്നായി ചെയ്യാൻ പറ്റുന്നത് ഇതുപോലുള്ള ടെസ്റ്റ് സീരീസുകൾ അറ്റൻഡ് ചെയ്യുമ്പോഴാണ്. അപ്പം ഇത്തരത്തിലുള്ള ടെസ്റ്റ് സീരീസുകളിലൂടെ നമുക്ക് നമ്മുടെ ലെവൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെ വീക്കർ ഏരിയാസും നമ്മുടെ സ്ട്രോങ്ങർ ഏരിയാസും ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമുക്ക് എവിടെയാണ് ഫോക്കസ് കൊടുത്ത് പഠിക്കേണ്ടതെന്ന് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. മാത്രമല്ല, ഓരോ ടെസ്റ്റ് സീരീസ് കഴിയുമ്പോഴും നമുക്ക് നമ്മുടെ ഒരു റാങ്ക് എവിടെയാണ് നിൽക്കുന്നത്, നമ്മൾ മുന്നോട്ടാണോ വന്നത്, ബാക്കോട്ടാണോ വന്നത്, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ കൂടെ നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്നും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അത് നമ്മളൊരു ദിവസം ബാക്കിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രചോദനമാണ്, നെക്സ്റ്റ് ഡേ എനിക്ക് ആ ഒരു റാങ്കിനെക്കാളും മുന്നോട്ട് വരണം, അല്ലെങ്കിൽ ഫസ്റ്റ് അടിക്കണം, സെക്കൻഡ് അടിക്കണം എന്നൊക്കെ ഒരു പ്രചോദനം കൂടി നമുക്ക് വരും. അതുകൊണ്ട് എന്തുകൊണ്ടും നല്ലതാണ് ഒരു ടെസ്റ്റ് സീരീസിന് ജോയിൻ ചെയ്യുന്നത്. എപ്പോഴാണ് നമ്മൾ നമ്മുടെ ടെസ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വിചാരിക്കും എല്ലാം പഠിച്ചിട്ട് തുടങ്ങാമെന്ന്. എല്ലാം പഠിച്ചിട്ട് നമുക്ക് ഒന്നും ഒരിക്കലും നടക്കത്തില്ല. നിങ്ങൾ കുറച്ച് പഠിച്ചു തുടങ്ങിയല്ലോ, പഠിച്ചു തുടങ്ങി നിങ്ങൾക്ക് അറിയാം നിങ്ങൾ കുറച്ച് പോർഷൻസ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇനി മുന്നോട്ട് കുറച്ച് പോർഷൻസ് പഠിക്കാനുണ്ട്. ആ ഒരു ലെവലിൽ നിൽക്കുമ്പോൾ, അതായത് ഒരു പകുതി ലെവലിലോട്ടൊക്കെ നിൽക്കുമ്പോഴേക്കും നിങ്ങൾ ടെസ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. എല്ലാം പഠിച്ചിട്ട് പോയിട്ട് ടെസ്റ്റ് സീരീസ് എഴുതാൻ നിൽക്കണ്ട, അതിന് മുന്നേ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഈ ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്തപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്ത ഒരു സ്ട്രഗിൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഫാക്ച്വൽ നോളജ് വളരെ കുറവായിരുന്നു. ഫാക്ട് ബേസ്ഡ് ആയിട്ട് പെട്ടെന്ന് ഒരു ഇതിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലഹള നടന്നതിൻ്റെ ഇയർ എത്രയാണെന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് പെട്ടെന്ന് അങ്ങ് ഐഡൻറ്റിഫൈ ചെയ്ത് പറയാൻ പറ്റത്തുണ്ടായിരുന്നില്ല. ഇയറും ഡേറ്റ്സ് ഒക്കെ ഓർമ്മിച്ച് വെക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ അതുകൊണ്ട് നമുക്ക് PSCയുടെ ക്വസ്റ്റ്യൻസിലേക്ക് വരുമ്പം സ്റ്റേറ്റ്മെൻറ്റിലോട്ടേക്ക് മാറിയെങ്കിൽ പോലും ഇപ്പോഴും PSC ഫാക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് എപ്പോഴും ആ ഒരു ഏരിയ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ റാങ്ക് ഫയലൊക്കെ ഉപയോഗിച്ചിട്ടാണെങ്കിലും മറ്റു സോഴ്സസ് ഉപയോഗിച്ചിട്ടാണെങ്കിലും എൻ്റെ ഫാക്ച്വൽ നോളജ് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാന വെല്ലുവിളി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോക്കാസ്റ്റിനേഷൻ ആയിരുന്നു. അതായത് ഇന്ന് പഠിച്ചാൽ ചിലപ്പം നാളെ പഠിക്കാൻ മൂടുണ്ടാവില്ല. അപ്പോൾ മൂഡ് നോക്കിയിരിക്കും, ഇന്ന് മൂഡില്ല എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഇരിക്കുകയായിരുന്നു ചില ദിവസങ്ങളിലൊക്കെ. അപ്പം അതും ഒരു സ്ട്രഗിളായിരുന്നു. അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഡെയിലി ഞാനിങ്ങനെ എന്നോട് തന്നെ പറയായിരുന്നു, നീ ഇങ്ങനെ ഇരുന്ന് പോകത്തേ ഉള്ളൂ, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ്, ഒരു മോട്ടിവേഷൻ സ്വയം കൊടുത്തുകൊണ്ടാണ് എന്നെ ഞാൻ തന്നെ പുഷ് ചെയ്തത്. പിന്നെ ഈ പറഞ്ഞ പോലെ ടെസ്റ്റ് സീരീസിനൊക്കെ ജോയിൻ ചെയ്തപ്പം ഇതിൻ്റെ റാങ്ക് ലിസ്റ്റിൽ വരുന്ന മാറ്റങ്ങൾ കാണുമ്പോഴും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അതും എനിക്കൊരു മോട്ടിവേഷൻ തന്നിട്ടുണ്ട്. അതായത് റാങ്കിന് ബാക്കോട്ടേക്ക് പോകുമ്പം മുന്നോട്ട് വരണമെന്ന് ഒന്ന് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടെസ്റ്റ് സീരീസ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ആ ഒരു പ്രോക്കാസ്റ്റിനേഷൻ മാറ്റിവെക്കാൻ ടെസ്റ്റ് സീരീസ് എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ CCയിലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ബാച്ചിലെ മെൻറ്ററായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പം ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ കുട്ടികൾക്ക് ഞാൻ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്താണോ എന്നെ തന്നെയാണ് ഞാൻ അവരിൽ കാണുന്നത്. അപ്പം എന്തായിരുന്നു ഞാൻ ഫേസ് ചെയ്തത്, എൻ്റെ പരാജയങ്ങൾ എന്തൊക്കെയായിരുന്നെന്ന് എനിക്കറിയാലോ. അപ്പം അത് അവർക്ക് ഉണ്ടാവാൻ പാടില്ല. അപ്പം ആ രീതിയിലാണ് ഞാൻ അവരുടെ ടൈം ടേബിൾ ആണെങ്കിലും അവരുടെ ഡെയിലി സ്റ്റഡി പ്ലാനും കാര്യങ്ങളെല്ലാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പം 75 ഡേയ്സിലെ ഒരു ടൈം ടേബിളാണ് ഞാൻ അവർക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ടൈം ടേബിളിൽ 6 ഡേയ്സ് അവർക്ക് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ഡെയിലി സബ്ജക്റ്റുകൾ പോകും. അതിൻ്റെ കൂടെ നമ്മുടെ നോൺ GK പോർഷൻസ് ഡെയിലി മസ്റ്റായിട്ടും പോകുന്നുണ്ട്. 6 ദിവസം കഴിഞ്ഞ് 7ാമത്തെ ദിവസം അവർക്കൊരു റിവിഷൻ ഡേ ആയിരിക്കും കൊടുക്കുക. ഈ റിവിഷൻ ഡേയിൽ അവർ ആ ഒരു 6 ദിവസത്തിൽ പഠിച്ച ടോപ്പിക്ക് ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് പെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്ക് അവർക്ക് 7ാമത്തെ ദിവസം കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരവസരം കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഡെയിലി നമ്മൾ പോകുന്ന ഷെഡ്യൂളിനനുസരിച്ചിട്ട് അവർക്ക് 25 മാർക്കിൻ്റെ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആ 25 മാർക്കിൻ്റെ എക്സാം അവരെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ റാങ്ക് ലിസ്റ്റും അപ്പോൾ തന്നെ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അത് കൂടാണ്ട് അവരെ കോൺടാക്ട് ചെയ്തിട്ട് എക്സാം ആരെങ്കിലും ഇച്ചിരി ഉഴപ്പെന്നൊക്കെ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ നന്നായിട്ട് പഠിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ 7ാമത്തെ ദിവസം ഈ ഒരു 6 ദിവസം പോയ ടോപ്പിക്ക് വെച്ചിട്ട് ഒരു
മോക്ക് എക്സാം ഒരു വീക്ക് 1 വീക്ക് 2 എന്നൊക്കെ പറഞ്ഞ് ഒരു വീക്ക്ലി എക്സാംസും നടത്താറുണ്ട്. അതിൻ്റെയും റാങ്ക് ലിസ്റ്റ് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇത് കൂടാണ്ട് മെൻറ്ററിങ് സപ്പോർട്ടിന് വേണ്ടിയിട്ട് അവരെ ഡെയിലി വിളിച്ച് സംസാരിക്കാറുണ്ട്, അവരുടെ പ്രശ്നങ്ങളൊക്കെ കേൾക്കാറുണ്ട്, അവരെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ എൻ്റെ മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ വീക്ക്ലി ലൈവ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ലൈവ് ക്ലാസ്സുകളിൽ കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത് PYQ ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് വളരെ നിലവാരമുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഓരോ ലൈവ് സെഷനിലും നമ്മൾ കൊടുക്കുന്നത്. അപ്പം ഇത്തരം ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ അവർക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. അപ്പം അവർ പഠിച്ച അതേ ടോപ്പിക്ക് തന്നെ അതിൻ്റെ ഹൈ ലെവലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ലൈവിൽ പ്രൊവൈഡ് ചെയ്യുന്നു. അത് കൂടാണ്ട് എല്ലാ ശനിയാഴ്ചയും രാവിലെ 5 to 6 മെൻറ്റർഷിപ്പ് ക്ലാസ്സുകളും ഉണ്ടാവും. ഈ മെൻറ്റർഷിപ്പ് ക്ലാസ്സുകളിൽ കൂടുതലും കൊടുക്കുന്നത് ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതവർക്ക് വളരെ യൂസ്ഫുൾ ആണെന്ന് പറയാറുണ്ട് അവർ. ഇതൊരു ഡിഗ്രി ലെവൽ പരീക്ഷയാണെന്ന് കരുതി പേടിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയും നിങ്ങളുടെ മുന്നിൽ 90ഓളം ദിവസങ്ങളുണ്ട്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ വളരെ ചിട്ടയായിട്ട് പഠിക്കുകയാണെങ്കിൽ ഈ ദിവസങ്ങൾ ധാരാളമാണ്. അപ്പം ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നാണ് ഇത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അടുത്ത ലിസ്റ്റിൽ നമുക്ക് ഒരുമിച്ച് ഇടം പിടിക്കണം. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി.